കരിയിലയും മണ്ണാങ്കട്ടയും. ഒരു പാടത്തിന്റെ വരമ്പത്ത് ഒരു കരിയിലയും ഒരു മണ്ണാങ്കട്ടയും താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ്, കാറ്റിൽ ആടിയുലഞ്ഞ് കരിയില പറഞ്ഞു. എനിക്ക് ആകാശത്ത് ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ കഴിയും. മണ്ണാങ്കട്ട താഴെ നിന്ന് ചിരിച്ചു. അത് ശരിയാണ് കൂട്ടുകാരാ, പക്ഷെ എപ്പോഴും സൂക്ഷിക്കണം. കാറ്റ് എപ്പോഴും നിന്റെ കൂടെ നിൽക്കില്ല. കരിയില അതൊന്നും കാര്യമാക്കിയില്ല. പേടിത്തൊണ്ടൻ മണ്ണാങ്കട്ടെ, നിനക്ക് അസൂയയാണ്, കാരണം നിനക്കിവിടെ തന്നെ ഇരിക്കാനേ കഴിയൂ എന്നു പറഞ്ഞ് കരിയില കാറ്റിനൊപ്പം ഉയർന്നു പൊങ്ങി. പെട്ടെന്ന് കാറ്റിന്റെ ശക്തി കൂടി. അതൊരു വലിയ കൊടുങ്കാറ്റായി മാറി. അയ്യോ! കരിയില നിലവിളിച്ചു. കാറ്റതിനെ നിയന്ത്രണമില്ലാതെ ചുഴറ്റിയെറിഞ്ഞു. മണ്ണാങ്കട്ടക്ക് പേടിയായി. കൂട്ടുകാരാ, താഴേക്ക് വാ, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ കരിയിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാറ്റ് അതിനെ ഒരു പുഴയുടെ നേർക്ക് കൊണ്ടുപോയി. ഞാൻ വെള്ളത്തിൽ വീഴുമേ, കരിയില കരഞ്ഞു. പെട്ടെന്ന് കാറ്റതിനെ താഴേക്ക് കൊണ്ടുവന്നു. അത് മണ്ണാങ്കട്ടയുടെ അടുത്തുള്ള ഒരു ചെറിയ പുല്ലിൽ തട്ടിനിന്നു. മണ്ണാങ്കട്ടയുടെ ഭാരം കാരണം ആ പുല്ല് കാറ്റിൽ പറന്നുപോയില്ല. അത് കരിയിലയെ മുറുകെ പിടിച്ചു. കൊടുങ്കാറ്റ് കഴിയുന്നതുവരെ കരിയില അവിടെ സുരക്ഷിതമായി പറ്റിപ്പിടിച്ചിരുന്നു. കാറ്റ് ശാന്തമായപ്പോൾ കരിയില പതുക്കെ പുല്ലിൽ നിന്ന് താഴെയിറങ്ങി. അത് ക്ഷീണിച്ച് മണ്ണാങ്കട്ടയുടെ അരികിൽ കിടന്നു. നന്ദി കൂട്ടുകാരാ, അത് പതിയെ പറഞ്ഞു. നീയാണ് എന്നെ രക്ഷിച്ചത്. പറക്കുന്നത് നല്ല രസമാണ്, മണ്ണാങ്കട്ട പറഞ്ഞു. പക്ഷേ നിലത്ത് ഉറച്ചു നിൽക്കുന്നതിനും അതിന്റേതായ ശക്തിയുണ്ട്. അന്നുമുതൽ കരിയില കാറ്റിൽ കളിച്ചു. പക്ഷേ അതൊരിക്കലും തന്റെ നല്ല കൂട്ടുകാരനായ മണ്ണാങ്കട്ടയുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരേക്ക് പോയില്ല.